എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ 46ാമത് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വീണ്ടും സ്വാഗതം. 2021 മുതൽ 24 വരെ നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് 2021 നടന്നിട്ടുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക. നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കുക. വരാൻ പോകുന്ന എക്സാമിൽ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് പോലും അടിക്കരുത് കേട്ടോ. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. നെഗറ്റീവ് കുറയ്ക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാന്നുള്ളത് ഒരു നല്ലൊരു ഫലവത്തായിട്ടുള്ള മാർഗ്ഗമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. വേഗം പോസ് ചെയ്യണം, ആൻസർ ചെയ്യണം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഏതാണ്? സി ആണ്. 1, 2, 4. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായ വാൻ റീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. 1678നും 1703നും ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. ഈ വർഷമൊന്നും അറിയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. തെറ്റായ ജോഡി അടയാളപ്പെടുത്തുക. ഈ ക്വസ്റ്റിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. തെറ്റായ ജോഡി അടയാളപ്പെടുത്തുക. അവിടെ ആൻസർ വന്നിരിക്കുന്നത് ബി ആണ്. 1, 2, 3. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബോളിവർ, റഷ്യൻ വിപ്ലവം ലെനിൻ, മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ. അപ്പൊ ഇതിൽ എന്താ ചെറിയൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, അതൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. നെക്സ്റ്റ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഇവിടെ ആൻസർ ഏത് വരും? ബി ആണ് അല്ലേ. ഒന്നാമത്തെ ആൻസർ ലോങ് വാക്ക് ടു ഫ്രീഡം. ഒന്നാമത്തെ ആൻസർ ഏത് വരും? ഡി ആണ് അല്ലേ. ഒന്നാമത്തത് ചെയ്യണം കേട്ടോ, വേഗം ചെയ്യണേ. ഒന്നാമത്തെ ആൻസർ ഡി, നെൽസൺ മണ്ടേല. രണ്ടാമത്തെ എ മെമ്മറി ഓഫ് സോൾഫെറിനോ, ഹെൻറി ഡ്യുനന്റ്. മൂന്നാമത്തെ മെയിൻ കാംഫ്, അഡോൾഫ് ഹിറ്റ്ലർ. മൈ ഏർലി ലൈഫ്, വിൻസ്റ്റൺ ചർച്ചിൽ. ആൻസർ ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നാലാമത്തേത് ആൻസർ ഡി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ള ജോഡി. ഏതൊക്കെയാണ്? പ്രധാനമന്ത്രി വയോവന്ധന യോജന 2017 മെയ് മാസം ആരംഭിച്ചു. 60 വയസ്സോ അതിനു മുകളിലുള്ള സീനിയർ സിറ്റിസണിന് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഉള്ളതാണ് ഈ പദ്ധതി. 1, 2, 4. താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട പ്രക്രമത്തിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അഞ്ചാമത്തെ എ ആണ്. ആദ്യം ഏത് വരണം? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫസ്റ്റ് വരണം. പിന്നെ ഇന്ത്യൻ അസോസിയേഷൻ രണ്ടാമത് വരണം. പിന്നീട് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ വരണം. 4 ഓൾ ഇന്ത്യ കിസാൻ സഭ. ഇങ്ങനെ വരണം. ഇങ്ങനെ വരും 3, 1, 2, 4 എന്ന ക്രമത്തിൽ അല്ലേ. അടുത്തത് ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണ്? ഗോദാവരി നദിയുടെ പോഷക നദി ശബരി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില. ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റാണ് ധ്രുവീയ പൂർവവാതങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസം. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം. ചെറിയൊരു ഗ്യാപ്പ് തരുമ്പോൾ അവിടെ പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക കേട്ടോ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ രാജീവ് കുമാർ. മാറിയിട്ടുണ്ട് കേട്ടോ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഇപ്പോഴത്തെ സമയത്തുള്ളതാണ്, ഇപ്പൊ മാറിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇന്ത്യൻ പഞ്ചവത്സര, നമ്മൾ നീതി ആയോഗിന്റെ ക്ലാസ് വ്യക്തമായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്, കാണണം കേട്ടോ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഏതാണ്? എ ആണ് കേട്ടോ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 4ാം പഞ്ചവത്സര പദ്ധതിയാണ്, അല്ലെ 5ലാണ്. ഇതൊക്കെ ആൻസർ ശരിയായിട്ടുള്ളതാണ്, പഠിച്ചു വെക്കണേ. ബിയും സിയും ഡി ഒക്കെ. 2ാം പഞ്ചവത്സര പദ്ധതി മഹൽനോബിസ് ശരിയായിട്ടുള്ള പ്രസ്താവന. 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടം പ്ലാൻ ഹോളിഡേ. 78 റോളിംഗ് പ്ലാന്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 14ാമതിൽ ശരിയായ പ്രസ്താവനകൾ ചെയ്തു നോക്കൂ വേഗം.
ആൻസർ ഏത് വരും? ഡി വരും അല്ലെ. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസൽക്കരിച്ചു. 1969 14 ബാങ്കുകൾ ദേശസൽക്കരിച്ചു. 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസൽക്കരിച്ചു. ഇത് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് അല്ലാതെ തന്നെ ഈ 3 ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തത് ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. 14 ബാങ്കും 6 ബാങ്കൊക്കെ അവിടെ ആരാ വരുന്നത്? ഇന്ദിരാഗാന്ധിയാണ്. അടുത്തത് ചേരുംപടി ചേർക്കുക. 15ാമത്തത് ചേരുംപടി ചേർത്തിട്ട് ആൻസർ ഏതാ വരിക? ആൻസർ 15ാമത്തെ ബി ആണ് കേട്ടോ. 15ാമത്തെ ബി. നമുക്ക് നോക്കിയേ, പുത്തൻ സാമ്പത്തിക നയം ഇപ്പോഴാണ് വന്നത് 1991 അല്ലേ? PV നരസിംഹറാവുവിന്റെ കാലത്ത് വന്നു. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 വന്നു. ഇത് രണ്ടാമത് വരും. പിന്നെ നബാർഡ് നിലവിൽ വന്നത് 1982 പിന്നെ നീതി ആയോഗ് 2015 വന്നു. ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ തിരിച്ചറിയുക. ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നത് ബി പാർലമെന്ററി ഭരണ സമ്പ്രദായവും നിയമവാഴ്ചയും എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? 17ാമത്തെ ലോകസഭയും രാജ്യസഭയും ചേർന്നിട്ട്. പഞ്ചായത്തി രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തികളെ തിരിച്ചറിയുക. ആരൊക്കെയാണ് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അശോക് മേത്ത കമ്മിറ്റിയും ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടെത്തുക. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടെത്തുക. സി ആണ്. നിയമത്തിന് മുന്നിൽ സമത്വവും വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം അതൊക്കെ എന്താണ്? മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. മദ്യനിരോധനം, കുടിൽ വ്യവസായങ്ങളുടെ വികസനം നിർദ്ദേശക തത്വങ്ങൾ വരും. ഏകീകൃത സിവിൽ കോഡ് അല്ലെ? ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്. അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷിതത്വം, അതുപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, 40 തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇതൊക്കെ ഏതിലാണ്? നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. പക്ഷേ 3ാമത്തെ സി ഓപ്ഷൻ വരുന്നത് മൗലിക അവകാശത്തിലാണ്. കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അംഗീകാരം നൽകിയ വർഷം. ഈ 2020 വന്ന ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകാരം നൽകിയത് എപ്പോഴാണ്? സി 2020 ജൂലൈ മാസം 29. കിഫ്ബിയുടെ പൂർണ്ണ രൂപം കണ്ടെത്തുക. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കിഫ്ബിയുടെ പൂർണ്ണ രൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ് കേട്ടോ. ഫണ്ട് ബോർഡാണ്. കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസിഡറെയും തിരിച്ചെഴുതുക. അറിയാം, അമൃത സഞ്ജീവനി അല്ലേ? അതിന്റെ അംബാസിഡർ ആണ് മോഹൻലാല്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബറിലാണ്. മുസ്ലിം പൈതൃക മാതൃക പ്രദേശങ്ങൾ കേരളത്തിലെ ഏത് ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? എറണാകുളം, തൃശൂർ. മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ശ്വാസകോശം. മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി കോശം. നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി കോശമാണ് കോൺ കോശങ്ങളാണ് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. കറുപ്പും വെളുപ്പുമായിട്ട് കാണാൻ സഹായിക്കുന്നതോ റോഡ് കോശങ്ങളാണ് അല്ലേ? നമ്മളത് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. റോഡ് കോശം പറയുമ്പോൾ റോഡിൽ അറിയുമല്ലേ സീബ്ര ലൈൻ ഉണ്ട് വൈറ്റ് ആയിട്ട്. പിന്നെ റോഡ് ടാറിട്ട റോഡ് എങ്ങനെയാണ്? കറുപ്പ് കളറിലാണ് അല്ലേ? അപ്പൊ ആ കറുപ്പും വെളുപ്പും റോഡ് കോശങ്ങൾ. ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത്? കുഷ്ഠരോഗത്തെയാണ് ഹാൻസൻസ് കുഷ്ഠരോഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള്. മനുഷ്യനിൽ വിറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം നിശാന്തത. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഫെർമിയാണ്. ഫെർമി. മഴവില്ലുണ്ടാകുന്നത് പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ ചേർന്നിട്ടാണ്? മഴവില്ലുണ്ടാകുന്നത് ഏതെല്ലാം പ്രതിഭാസങ്ങൾ ചേർന്നതാണ്? സീലെ അപവർത്തനവും പൂർണ്ണാന്തര പ്രതിപതനവും പ്രകീർണനവും 3 കൂടി ചേർന്നതാണ് ഏത്? മഴവില്ലുണ്ടാകാൻ. 2021 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് EOS-03. ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം
ബി കുറയാണ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം 7ൽ കൂടുതലാണെങ്കിൽ ആൽക്കലിയുമാണ്, അതുപോലെ 7ൽ കുറവാണെങ്കിൽ എന്തുമാണ്? 7ൽ കുറവാണെങ്കിൽ ആസിഡ് സ്വഭാവമാണ്. അപ്പൊ 7ൽ കുറവ് ആസിഡ് സ്വഭാവമാകുമ്പോൾ അവിടെ ആസിഡ് ചേർക്കുമ്പോൾ pH മൂല്യം കുറയുകയല്ലേ ചെയ്യുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. താഴെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാം? ഡി ആണ് 1, 3, 4. സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം. ഞാൻ എന്ന ആത്മകവിത എഴുതിയത് NN പിള്ള. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവി. 38ാമത്തെ ബി ആണ്. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFK-യിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം, മികച്ച ചിത്രത്തിനാണ് സുവർണ ചകോരം. മാരിയപ്പൻ തങ്കവേലു ഏത് മേഖലയിലാണ് പ്രശസ്തനായിരിക്കുന്നത്? സ്പോർട്സ്. 2021 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ചാമ്പ്യൻ എമ്മ റഡ്കാനു. താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏതാണ്? പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ബാർകോഡ് റീഡർ. ഒരു പ്രോഗ്രാം ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു പ്രോഗ്രാമിംഗ് ഭാഷയില് പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിന്. കേബിൾ TV ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് കേബിൾ TV ശൃംഖല. ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് ട്വിറ്റർ. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങള്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമപരിഹാരങ്ങളിൽ പെടാത്തത് ഏതാണ്? ഡി വിവാഹ മോചനം. കേരള സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഇത് മാറിയിട്ടോ, 48ാമത്തെ മാറിയിട്ടുണ്ട്. കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പഠിക്കണം. 48ാമത്തെ അപ്പോ വിശ്വാസ് മേത്തിയായിരുന്നു, ഇപ്പൊ മാറി. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി. ഇത് ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മൾ ചെയ്യുന്നത്. 2023 ചോദിച്ചിട്ടുണ്ട്. 2024 നടന്ന ഒരു എക്സാമിലും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത് ആരെയാണെന്ന്? 60 വയസ്സിന് മീതെയുള്ളവരെ. താഴെ പറഞ്ഞാൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതാണ്? ഡി ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത കാര്യമാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പർ 46 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടും നിങ്ങളുടെ കൈകളിലിരിക്കും. സിലബസ് ബേസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഒരുപാട് ചാനലിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല ഡീപ്പ് ലെവലിലാണ് ഇട്ടിരിക്കുന്നത്. +2 ഡിഗ്രി ഒക്കെ എക്സാം എഴുതുന്ന ലെവലിൽ നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു മാറ്റുക, നിങ്ങളുടേതാക്കി മാറ്റാൻ കഴിയുക. ഓക്കെ, ഓരോ ദിവസങ്ങൾ അടുത്തു. നമുക്ക് പരീക്ഷിക്കുന്ന സമയമില്ല അല്ലെ. ദിവസങ്ങൾ അടുത്ത് വരികയാണ്. എക്സാമുകളുടെ ഒരേ എക്സാമുകളാണ് ഇനി വരുന്നത്. ഇനിയിപ്പോ 24 നമുക്ക് ഫാം വർക്കറിന്റെ എക്സാം ഒക്കെ ഇല്ലേ? നിങ്ങൾക്ക് ഫാം വർക്കർ ഉണ്ട്, നമുക്ക് ഉണ്ട് കേട്ടോ. ഫാം വർക്കർ ഉണ്ട്, ഖാദി ബോർഡ് ഉണ്ട്, ലാബോറട്ടറി അറ്റൻഡർ, ഡ്രഗ്സ് കൺട്രോൾ അല്ലേ, അത് വരുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ LD-കളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ എക്സാം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എഴുതണം. നല്ല രീതിയിൽ എഴുതാനായിട്ട് പ്രാപ്തരായിട്ട് തയ്യാറാകുക. എല്ലാം കഴിഞ്ഞു. നിങ്ങൾ സിലബസ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ പരമാവധി സിലബസ് ബേസ് ആയിട്ട് പരമാവധി ക്ലാസ്സുകൾ ഇട്ടുന്നിട്ടുണ്ട്. ഇട്ട ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാം, പോകെ നമ്മൾ ഓരോരോ ക്ലാസ്സുകൾ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ചെയ്തു വരുന്നുണ്ട്. 2024 ജനുവരിയിലെ കേരളം ഇന്ത്യയും കഴിഞ്ഞു. 2020 ഫെബ്രുവരിയിലെ കേരളം തന്നു. തന്നെ ക്ലാസ് ഇന്ത്യയിലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇട്ട് തരാം. അപ്പൊ തീർച്ചയായിട്ടും കറണ്ട് അഫെയറിന്റെ ഭാഗങ്ങൾ നമുക്ക് ഓക്കെ ആക്കി തരാം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫെയറിന്റെ ഭാഗം ഇനി എന്താണ് നമ്മൾ പരമാവധി ടോപ്പിക് ബേസ് ആയിട്ട് തന്നെ എന്താണ് ഓരോരോ അവാർഡുകളും അതുപോലെ ഓരോരോ മേഖലകളും
ISROയുടെ നേട്ടങ്ങളും എല്ലാം നമ്മൾ ക്ലാസ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.